ഈ വീഡിയോയിൽ ഫെസ്റ്റിയിൽ എങ്ങനെയാണ് ID കാർഡ്, ജഡ്ജ്മെന്റ് ഷീറ്റ്, പ്രോഗ്രാം രജിസ്ട്രേഷൻ ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ആദ്യമായിട്ട് എങ്ങനെയാണ് ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്ന് നോക്കാം. കാൻഡിഡേറ്റ്സിന്റെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതൊക്കെ കാൻഡിഡേറ്റ്സിന്റെ ID കാർഡാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ഓൾ ഓപ്ഷൻ ഉണ്ട്. താഴെ അസൈൻ കാറ്റഗറി, ഡൗൺലോഡ് ചെസ് കാർഡ്, അതുപോലെ മറ്റു ഓപ്ഷൻസ് കാര്യങ്ങൾ കാണാൻ കഴിയും. അസൈൻ ടു ടീം ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെസ് കാർഡ് കൊടുക്കുക. ഡൗൺലോഡ് ചെസ് കാർഡ് കൊടുത്താൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. ഇവിടെ ഇനിയും ടെംപ്ലേറ്റുകൾ ചിലപ്പോൾ അവൈലബിൾ ആവും. അപ്പോൾ അവൈലബിൾ ആയ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെസ് കാർഡ് പ്രിപ്പയർ ആവുന്ന കാണാൻ കഴിയും. പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അവൈലബിൾ ആവും. ഓക്കെ, ഇവിടെ പിന്നെ നമുക്ക് ഓക്കെ ഇതില് നമ്മുടെ ഫെസ്റ്റിന് ലോഗോ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും കൊടുക്കാത്തത്, ഇവിടെ ഒന്നും വരാത്തത്. നമ്മുടെ ഫെസ്റ്റിന്റെ ലോഗോ അപ്ലോഡ് ചെയ്താൽ ഇവിടെ ലോഗോ വരും. കുട്ടികളുടെ ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഇമേജ് ഇവിടെ വരും. പിന്നെ ഈ QR കോഡ്, ഇവിടെയുള്ള QR കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ വെബ്സൈറ്റിലെ പ്രൊഫൈൽ പേജിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓരോരുത്തരുടെ QR കോഡും വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ ഇപ്പൊ നമ്മുടെ ഫെസ്റ്റിന്റെ വെബ്സൈറ്റിൽ ഓരോ കാൻഡിഡേറ്റ്സിനും പേജ് ഉണ്ടല്ലോ, ആ പേജിലേക്കാണ് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ പോവുക. മറ്റ് കുട്ടിയുടെ പേര്, ചെസ് നമ്പർ, പിന്നെ കുട്ടിയുടെ ടീം കാര്യങ്ങളൊക്കെ ഇവിടെ വന്നത് കാണാൻ കഴിയും. അടുത്തായിട്ട് എങ്ങനെ ജഡ്ജ്മെന്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഇതിന്റെ പ്രോഗ്രാമിന്റെ പേജിലേക്ക് വരാം, ക്ലോസ് ചെയ്യാം. വേണ്ട പരിപാടികൾ സെലക്ട് ചെയ്യാം. ഇതില് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറെ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് ആണോ വേണ്ടത്, അതിന്റെ ഗ്രൂപ്പ് പരിപാടിന്റെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ പരിപാടിന്റെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് വ്യത്യാസമുണ്ട്. പിന്നെ താഴെ സർട്ടിഫിക്കറ്റ്, ആ പ്രോഗ്രാമിന്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ്, മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ താഴെ പോസ്റ്റേഴ്സ്, ഫസ്റ്റ് വിത്ത് ഗ്രേഡ്, സെക്കൻഡ് വിത്ത്, അങ്ങനെ ഓരോ ടൈപ്പ് പോസ്റ്റേഴ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഷീറ്റ് ആയതുകൊണ്ട് പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് വേണ്ടിയിട്ട് പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് കൊടുക്കുക, ജഡ്ജ്മെന്റ് ഷീറ്റ് ആണ് ജഡ്ജ്മെന്റ് ഷീറ്റ് കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വരുന്നത് കാണാൻ കഴിയും. ജഡ്ജ്മെന്റ് ഷീറ്റ് കൊടുത്ത് ഡൗൺലോഡ് ആകുന്ന കഴിയും. ഡൗൺലോഡ് ആയ ശേഷം നമുക്ക് ഉപയോഗിക്കാനും നേരത്തെ എടുത്ത പോലെ ഉപയോഗിക്കാനും പറ്റും.